ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ലിൻഡയാണ് അവളോട് ബിസിനസ് ചെയ്യാൻ വേണ്ടി ചെന്നൈ വിളിച്ചാണ്. പക്ഷെ അവനാണ് അവന്റെ ഫാമിലി ഒറ്റയ്ക്കാക്കിട്ട് വരാൻ പറ്റത്തില്ലെന്ന് ആ മാജിന് വേണ്ടി സംസാരിച്ചിട്ട് അവിടെ വന്നതാണ്. അതിനുശേഷം അടുത്ത ദിവസം ഇവള് കുറച്ച് സന്തോഷത്തിലായിരിക്കും ഇരിക്കുന്നത്. കാരണം ഇന്ന് ആ ലിൻഡയുടെ ശല്യം ഇവിടെ ഇല്ല. അതേപോലെ തന്നെ ഇന്ന് ഇവളുടെ എൻട്രൻസ് എക്സാം ആയതുകൊണ്ട് അവന് ഫുൾ കോൺഫിഡൻസോടെ ഇവള് പരീക്ഷ എഴുതണമെന്ന് പറഞ്ഞ് അവള് ധൈര്യപ്പെടുത്തേക്ക് വിളിച്ചോണ്ട് പോകും. അതിനുശേഷം വണ്ടി എത്തിന് ശേഷം ഇവനും ഹോൾ ടിക്കറ്റ്, പേന, ID കാർഡ് എന്ന് പറഞ്ഞ് എല്ലാം എടുത്തോം ചോദിക്കുമ്പോൾ അവളാണ് ഇത് എത്ര പ്രാവശ്യം ചോദിക്കും, എല്ലാം ഞാൻ എടുത്ത്, അതൊന്നും കൂടെ ഞാൻ നോക്കി എന്നിട്ട് അവൾ പറയുമ്പോൾ അവൻ എങ്കിൽ പിന്നെ വലുതായിട്ട് ടെൻഷൻ ആവണമെന്ന് പറഞ്ഞിട്ട് അവൻ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ഇത് മനസ്സിലാക്കുന്ന അവളും നേരെ എന്നെ കൊണ്ടാക്കിയാൽ മതി, എല്ലാ സാധനം എന്റെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ സമാനപ്പെടുത്തും. അങ്ങനെ അതിനുശേഷം എല്ലാവരും പരീക്ഷ എഴുതാൻ വേണ്ടി വിളിക്കുമ്പോൾ അവന് ഹോൾ ടിക്കറ്റ്, ID കാർഡ് എല്ലാം ഉണ്ടോ എന്ന് വീണ്ടും ചോദിക്കും. അതോടെ അവള് മൊത്തത്തിൽ പേടിച്ചുപോയി. ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ച് ഇവളെ ടെൻഷൻ ആക്കലെന്ന് പറയുമ്പോൾ അവൻ ഓക്കെ ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് അവള് ധൈര്യപ്പെടുത്തി പറഞ്ഞേക്കും. അതിനുശേഷം പരീക്ഷ ചെയ്യുന്നവരെ ഇവൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ അവൾ സന്തോഷത്തി നല്ലോണം പരീക്ഷ ചെയ്യുന്ന പറഞ്ഞ് ഓടിയെന്നവനെ ഹഗ് ചെയ്യും. അങ്ങനെ അതോടെ ഇവനും ഫ്രണ്ട്സ് എല്ലാം അവൾക്ക് വേണ്ടി സന്തോഷപ്പെടുമ്പോൾ അവൻ അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് സൺഫ്ലവർ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവൾ സന്തോഷത്തിലാകുമ്പോൾ അവന് പരീക്ഷ കഴിഞ്ഞതിന് ഇവൾക്ക് പുറത്തുനിന്ന് ചെലവേന്ന് പറയുമ്പോൾ തന്നെ അവൾ അതൊന്നും വേണ്ട, നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കാന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരും. അതിനുശേഷം അവനും ഇവൾക്ക് തീർച്ചയായിട്ടും നല്ല മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞ് പുറത്ത് സിറ്റിയിലേക്ക് അഡ്മിഷൻ നോക്കുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവളാണ് പെട്ടെന്ന് ദേഷ്യത്തിലങ്ങാവും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് അവനും എന്റെ പൊന്നോ ഒരു സാധനം ചോദിച്ചോടാ നിന്നോട്, അതിനും അങ്ങ് ദേഷ്യപ്പെടുവാണ്, എങ്കിൽ പിന്നെ സമയമുണ്ട്, നമുക്ക് പതിയെ ആലോചിക്കാം എന്നിട്ട് അവൻ ആ ടോപ്പിക്ക് അതോടെ അങ്ങ് നിർത്തും. അങ്ങനെ അതിനുശേഷം ഇവിടെ ഇൻസ്പെക്ടറെ കെട്ടാൻ പോകുന്ന മറ്റേ ലേഡിയും കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വരുമ്പോൾ കൂട്ടിന് മാജിങ് ആയിരിക്കും പോയേക്കുന്നത്. അതുകൊണ്ട് അവരാണ് ഈ സമയത്ത് ഇവൾക്ക് ഡ്രസ്സ് കിട്ടു നോക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവൾക്ക് ഒരു ഡ്രസ്സ് എടുത്തു കൊടുത്ത് അത് ഇടാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം അവൾ തിട്ട് നോക്കിയിട്ട് അവൾ നാണിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇത് കണ്ട് അവരാണ് ഈ ഡ്രസ്സുകൾക്ക് നല്ലോണം ചേരുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവളുടെ മനസ്സിൽ ആരെയൊക്കെ കൊണ്ടോൻ ചോദിക്കും. അപ്പോഴാണ് അവൾ മേടിച്ചിട്ട് ചെന്നൈയെ കുറിച്ച് ആലോചിച്ച് നോക്കി ഒരാളുണ്ട്, പക്ഷെ ആ ഇഷ്ടം പറഞ്ഞ പിന്നീട് ഇവർത്തേമെല്ലാം പ്രശ്നം വരുമെന്ന് അവൾ പേടിച്ചിരിക്കുമെന്ന് പറയും. അപ്പോഴാണ് ആ ചേച്ചിയും എന്തായാലും ഇവളുടെ മനസ്സിലുള്ള കാര്യം ഈ പ്രായത്തിലെ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇവളെ ധൈര്യത്തോടെ ചെല്ലാൻ വേണ്ടി പറയും. അതേസമയം തന്നെ ഇൻസ്പെക്ടർ ചെന്നൈയായിട്ട് പുറത്ത് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് അവർക്ക് വേണ്ടി വാങ്ങിച്ച ഗോൾഡൻ റിംഗ് കാണിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവനും ഇതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് അവൻ ആക്കി രീതി ചോദിക്കുമ്പോൾ അങ്ങേരാണ് പെണ്ണുങ്ങൾക്ക് ഗോൾഡ് അല്ലാതെ വേറെ എന്ത് ഇഷ്ടം എന്ന് പറഞ്ഞ് ഇവൻ ഇതൊക്കെ മനസ്സിലാത്തില്ലെന്ന് പറയും. അതേപോലെ ഇവന്റെ പ്രായത്തിന് ഒരു പെണ്ണൊക്കെ സെറ്റാക്കാൻ പറയുമ്പോൾ അവന് മാജിങ് എന്തായാലും പഠിച്ചു കഴിയുന്നവരെ അവൻ വെയിറ്റ് ചെയ്യാൻ പോകുന്ന പറയും. അപ്പോഴാണ് ഇത് കേട്ട് അങ്ങേരും അവള് പഠിച്ചിറങ്ങുന്നതിനും ഇവന്റെ കല്യാണത്തിനും എന്തോ ബന്ധം ചോദിക്കുമ്പോൾ അവനും വിഷയം മാറ്റാൻ വേണ്ടി വേറെ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഇവർ നാലുപേരും കൂടെ ഒരുമിച്ച് പുറത്ത് ഫുഡ് കഴിക്കാൻ വരുമ്പോൾ അവർ രണ്ടുപേരും കൂടെ മാജിങ് അടുത്ത ഏത് കോളേജിലാണ് പഠിക്കാമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവൾ ഈ സിറ്റി വിട്ട് എവിടെയും പോകുന്നില്ലെന്ന് ചെന്നൈക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ തന്നെ അങ്ങേരെ ഇത് മനസ്സിലാക്കി എല്ലാം പയ്യന്മാരും എല്ലാം ഇവളെ പോകാൻ സമ്മതിക്കാതെ തടഞ്ഞിർത്തോളം ചോദിക്കും. അപ്പോഴാണ് അവളെ സപ്പോർട്ട് ചെയ്ത് ചെന്നൈയാണ് അവൻ അവളെ പോകാൻ സമ്മതിക്കാത്തെന്ന് പറഞ്ഞ് അവനും പറയുമ്പോൾ തന്നെ ഇവർക്ക് രണ്ടുപേർക്ക് മനസ്സിലായി ഇവർ തമ്മിൽ പരസ്പരം പ്രണയിച്ചുകൊണ്ടിരിക്കുമെന്ന്. അങ്ങനെ അതുകൊണ്ട് തന്നെ അങ്ങേരും നമ്മൾ കുറച്ചും കൂടെ ഫുഡ് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞ് കൂട്ടിന് ചെന്നൈയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. കാരണം അങ്ങേര് വിചാരിക്കുന്ന ഇവള് പുറത്ത് പഠിക്കാൻ പോകാത്തത് ഇവൻ അവളെ തടഞ്ഞിർത്തുന്ന കൊണ്ടാന്ന്. പക്ഷെ സത്യം പറഞ്ഞ അങ്ങനല്ല, ഇവനും മാജിങ്ങിനെ പുറത്ത് ചെന്ന് പഠിപ്പിക്കാനാ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങേരും കുറെ അഡ്വൈസ് ഒക്കെ ചെയ്യും, ഫ്യൂച്ചറൊക്കെ ആലോചിക്കാതെ ഇവർ ഇവിടെ തന്നെ കടന്ന് പെട്ടുപോകാൻ പോകണമെന്ന്. അങ്ങനെ അതിനുശേഷം ഇവർ അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ പോകുന്ന വഴിക്ക് ഇവരുടെ വണ്ടിയാണ് ബ്രേക്ക് ഡൗൺ ആകും. അങ്ങനെ അതുകൊണ്ട് മഴ നനയാതിരിക്കാൻ വേണ്ടി നമുക്ക് അടുത്തുള്ള ഫാക്ടറി ചെന്ന് നിൽക്കാന്ന് പറഞ്ഞ് ഇവർ അവിടേക്ക് പോകും. അപ്പോഴാണ് അവനും ഇവളെ നനഞ്ഞിരിക്കുന്നുണ്ട് അവന്റെ ഡ്രസ്സും കൊണ്ട് അവളുടെ തലയൊക്കെ തുടച്ചു കൊടുക്കും. അപ്പോഴാണ് അവള് വേറെ സിറ്റിയിലേക്ക് പഠിക്കാൻ പോകാത്തതിന്റെ കാരണം അറിയാമെന്ന് പറഞ്ഞ് ഇവനെ നോക്കി ചോദിക്കുമ്പോൾ അവന് വീട് ഇവിടെ ആയതുകൊണ്ടല്ലെന്ന് പറഞ്ഞ് അതിനു വേണ്ടിയൊന്നും ഇവളെ തീരുമാനം എടുക്കണമെന്ന് പറയും. കാരണം പിന്നീടായാലും ഇവൾക്ക് വീട്ടുകാരെന്ന് പറയുമ്പോൾ അവളാണ് വീടല്ല കാരണം അത് ഇവനാന്ന് പറഞ്ഞ് അവന്റെ കൈ കയറി പിടിക്കുമ്പോൾ തന്നെ അവളുടെ ഇഷ്ടം പറഞ്ഞ് അടുത്ത സെക്കൻഡ് ഇവൻ പെട്ടെന്ന് അവളെയും കിസ് ചെയ്യും. അങ്ങനെ അതോടെ മാജിങ്ങിന് സന്തോഷമായി ഇവൾ സ്നേഹിക്കുന്ന പോലെ തിരിച്ച് അവന് സ്നേഹിക്കുന്നുണ്ടെന്ന്. അങ്ങനെ അതോടെ ഇവർ തമ്മിലുള്ള സ്നേഹം പരസ്പരം മനസ്സിലാക്കി. അതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഇവർ രണ്ടുപേരും ആ കിസ്സിനെ കുറിച്ച് ആലോചിച്ച് നാണിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ അവനും ഇവളുടെ മുഖം നോക്കാൻ ധൈര്യമില്ലാതെ അവൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. എന്നിട്ട് ഇപ്പം അടുത്ത ദിവസം മാജിങ് അവളുടെ റിസൾട്ട് നോക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവൾക്കാണ് നല്ല മാർക്കാണ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് ഇവൾ സന്തോഷിച്ചിരിക്കുമ്പോൾ ഇവളുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇന്ന് രാത്രി പുറത്ത് നമുക്ക് റീയൂണിയൻ നടത്താന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ തീരുമാനിക്കും. അതുകൊണ്ട് മാജിങ് അവരുടെ കൂടെ ഒക്കെ പോയി ഇവരൊക്കെ ഇനി എന്ന് കണ്ടുമുട്ടെന്ന് അറിയാത്തതുകൊണ്ട് അവർ ഈ സമയമൊക്കെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആ സമയത്താണ് മറ്റേ ക്ലാസ് ലീഡർ ഫ്ലവേഴ്സുമായിട്ട് മാജിങ്ങിനെ ഒന്ന് പ്രപ്പോസ് ചെയ്യുന്നത്. അങ്ങനെ അതോടെ അവൾ ഷോക്കായി ഇവനിപ്പോൾ എങ്ങനെ റിജക്റ്റ് ആണെന്ന് അറിഞ്ഞ് അവൾ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു സമയത്താണ് ചെന്നിയാണ് ഒരു ബിസിനസ്സുകാരിയായിട്ട് അവന്റെ ബോസിന്റെ പാർട്ട്ണറിന്റെ കൂടെ വരുന്നത്. പക്ഷെ അങ്ങേരാണ് ഉള്ള തട്ടിപ്പ് ബിസിനസ്സാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള ടാക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫേക്ക് ആയിട്ടുള്ള ടാക്സ് അടിക്കാൻ വേണ്ടി ഒരാളിട്ട് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ കണ്ട് അവൻ ഇഷ്ടപ്പെടാതെ അവൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പം ഇവിടെ മാജിങ്ങിന് ആ പയ്യൻ
പ്രൊപ്പോസ് ചെയ്യുന്ന ഇവൻ കാണും. അപ്പോഴാണ് അവളും അവൾക്ക് വേറെ ഒരു ഇഷ്ടമെന്നറിഞ്ഞ് മറ്റവനെ റിജക്ട് ചെയ്യുമ്പോൾ തന്നെ പുറത്ത് ചെന്നി നടന്നു വന്ന് ഇവള് കാണും. അതോടെ അടുത്ത സെക്കൻഡ് അവന്റെ പുറകെ വന്നിട്ട് ഇവൻ എന്താ കണ്ടിട്ട് ഒരു ഹലോലും പറയാതെ പോയെന്ന് ചോദിക്കുമ്പോൾ അവന് ബിസിനസ് ആയിട്ട് വന്ന അതുകൊണ്ട് അവൻ അകത്തേക്ക് വരാത്തേന്ന് അറിയും. അപ്പോഴാണ് ഇവളുടെ ഫ്രണ്ട്സൊക്കെ അവിടേക്ക് വന്നിട്ട് ഇതാര് മാജിങ്ങിന്റെ ചേട്ടനാണെന്ന് പറഞ്ഞ് മറ്റവൻ ഇവനെ ചേട്ടാന്ന് വിളിക്കുമ്പോൾ ഇവൻ അസൂയപ്പെട്ടിട്ട് ആരാണ് നിന്റെ ചേട്ടൻ, എന്നെ അങ്ങനെയൊന്നും വിളിക്കണ്ട എന്ന് ഇവൻ പറയുമ്പോൾ തന്നെ മറ്റവന്റെ ബോസിന്റെ പാർട്ട്ണർ അവിടേക്ക് വന്നിട്ട് ഇതൊക്കെ ആരും ഇവന്റെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് അങ്ങേര് കുടിച്ചിട്ട് കുറെ പൈസ കൊടുത്ത് അവർക്കൊക്കെ ചെലവ് ചെയ്യാൻ പറയും. അപ്പോഴാണ് അവനും ഇവൻ കാരണം ഇവർക്കൊന്നും പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ട് അവന് മാജിങ്ങിനോട് അവളെ സേഫായിട്ട് വീട്ടിൽ പോകാൻ പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങും. അതിനുശേഷം അന്ന് രാത്രി പുറത്തു നല്ല ഇടിയും മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാജിങ്ങാണ് അവൾ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ട് ചെന്നൈക്ക് മെസ്സേജ് അയച്ച് അവൾക്ക് ഇടി കാരണം ഉറക്കം വരുന്നില്ലെന്ന് പറയും. അങ്ങനെ അതിനുശേഷം അടുത്ത സെക്കൻഡ് തന്നെ പെട്ടെന്ന് അവൻ റൂമിലേക്ക് വന്നിട്ട് അവൻ ആൾക്കൂടിന് തറയെ കിടക്കും. അങ്ങനെ ഇത് കണ്ട് അവളും ഇതാരാ വന്ന് കിടക്കുന്നതെന്ന് പറഞ്ഞ് അവൾ ചുമ്മാ ചോദിക്കുമ്പം അവന് ചിലവരൊക്കെ കൊച്ചുകളെ പോലെ പേടിച്ചിരിക്കുക അതുകൊണ്ട് കൂട്ടിന് അന്നയാന്ന് പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ഇവനും കട്ടിലൊന്ന് കിടക്കാന്ന് പറയുമ്പം അവൻ ചിരിച്ചിട്ട് അതൊന്നും വേണ്ടെന്ന് പറയും. അപ്പോഴാണ് അവളും ചെറിയ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അവൻ ഇവളുടെ പേടി മാറാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് ചെന്ന് കിടക്കും. അപ്പോഴാണ് അവള് പെട്ടെന്ന് ഇവനെ കണ്ട് കിസ് ചെയ്യാൻ വേണ്ടി വരുമ്പം അവനെ തടഞ്ഞു നിർത്തി അതിനുള്ള സമയമൊന്നായില്ല, ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പറയും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് പെട്ടെന്ന് ചെന്നൈക്കാണ് അവന്റെ ബോസിന്റെ അടുത്ത് നിന്ന് ഫോൺ കോൾ വരും. അങ്ങനെ അതുകൊണ്ട് അവന് സംസാരിക്കാൻ വേണ്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പം ഇത് കണ്ടിട്ട് അവളാണ് ഇപ്പൊ വിളിച്ചാരാൻ ചോദിക്കും. അപ്പോഴാണ് അവനും ജോലി കാര്യമായിട്ട് ഇവനൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അവനിപ്പോ പോകണമെന്ന് പറയുമ്പം അവളാണ് പേടിച്ചിട്ട് ഈ സമയത്ത് എന്തിനാ പോകുന്നത്, നാളെ പോയാൽ പോലും ചോദിക്കും. അപ്പോഴാണ് അവനും വലിയ പ്രശ്നമൊന്നും കാണത്തില്ല, ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് പ്രോമിസ് ചെയ്യും. അതിനുശേഷം അവള് വീണ്ടും അവന്റെ പുറകെ പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞ് അവന്റെ കൊടയെ കൊടുക്കുമ്പം അവന് പെട്ടെന്ന് തന്നെ തിരിച്ചുതരാന്ന് പറഞ്ഞ് ആദ്യം വിളിച്ചെന്ന് റൂമിൽ കിടക്കാൻ പറയും. അതിനുശേഷം അവനും അവന്റെ ബോസിനെ കാണാൻ ചെല്ലുമ്പം അങ്ങേരാണ് അയാളുടെ പാർട്ട്ണറിന് സഹായം വേണമെന്ന് പറഞ്ഞ് ഇവനെ ഹെൽപ്പ് ചെയ്യാൻ പറയും. അപ്പോഴാണ് അത് കേട്ട് അവനും അങ്ങേർക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യത്തില്ലെന്ന് പറഞ്ഞില്ലേ, എനിക്കതൊന്നും ശരിയാവത്തില്ല എന്നിന് അവനും പറയുമ്പം ഇങ്ങേരും ഇനി വേറെ ജോലിയൊന്നും ഏൽപ്പിക്കത്തില്ല, അവസാനമായിട്ട് ഈ ഒരു സഹായം മാത്രം ചെയ്തു തരാൻ പറയും. കാരണം അങ്ങേരുമായിട്ട് ഇയാൾ ഭയങ്കര ക്ലോസാ, അതുകൊണ്ട് രണ്ടുപേരും തമ്മിൽ ബിസിനസ് നടക്കണേ, ആ പാർട്ട്ണറിനും സഹായിക്കണം എന്ന് പറഞ്ഞ് ഇവനോട് കുറെ കെഞ്ചും. അതുകൊണ്ട് തന്നെ ഇവനെ ഇൻസ്പെക്ഷൻ ഓഫീസിലേക്ക് പറഞ്ഞയക്കുമ്പം അവന് പോയിട്ട് പെട്ടെന്ന് തന്നെ വരാന്ന് മാജിങ്ങിന് മെസ്സേജ് ഇടും. അതിനുശേഷം അടുത്ത സീനി കാണിക്കുന്ന ആ ഇൻസ്പെക്ഷൻ ഓഫീസാണ് മൊത്തത്തിൽ അങ്ങ് തീ പിടിക്കും. അങ്ങനെ അതോടെ ഇതറിയാൻ വരുന്ന മാജിങ്ങും പേടിച്ചിട്ട് അകത്ത് ചെന്നി ഉണ്ടെന്ന് പറഞ്ഞ് അവൾ അവനെ രക്ഷിക്കാൻ വേണ്ടി പോകുമ്പം അവിടുത്തെ ഓഫീസേഴ്സ് ഒക്കെ വന്നിട്ട് അതൊക്കെ ഇവർ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇവള് പുറത്തന്നെ നിൽക്കാൻ പറയും. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം ചെന്നിയാണ് അവളോടൊന്നും പറയാതെ അവളുടെ കോളേജിന്റെ അഡ്മിഷൻ വേറെ സിറ്റിയിലേക്ക് മാറ്റി കാണും. അതുകൊണ്ട് അവളും ദേഷ്യത്തി ഇവൾ ഇവിടുന്ന് പറഞ്ഞേക്കാൻ എന്തിനു നോക്കുന്നതെന്ന് പറഞ്ഞ് അവന്റെ കൂടെ ജീവിക്കാൻ അവൾ ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പം അവൻ ഇവളുടെ നല്ലതിന് വേണ്ടി കള്ളം പറയും. മാജിങ്, എനിക്ക് നിന്റെ കൂടെ ജീവിച്ച് മടുത്തുപോയി, അതുകൊണ്ട് നീ സ്വപ്ന ലോകത്തിൽ നിന്ന് നീയും കൂടെ എഴുന്നേക്ക്, നമ്മൾ തമ്മിൽ ഒരിക്കലും സെറ്റ് ആവത്തില്ല എന്ന് അവൻ പറയുമ്പം അവള് വിഷമിച്ചിട്ട് എങ്കിൽ പിന്നെ അവളോട് ഇഷ്ടമൊന്നും ഇല്ലായിരുന്നോ ചോദിക്കും. അപ്പോഴാണ് അവനും ഇഷ്ടമോ, അതൊക്കെ ചുമ്മാതല്ലേ എന്ന് അവൻ പറയുമ്പോൾ തന്നെ അവളും ദേഷ്യത്തിൽ അവനെ അടിച്ചിട്ടിട്ട് അവള് കരഞ്ഞോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവന് വേണ്ടി ഇവിടെ ജീവിച്ച് അവളുടെ ഫ്യൂച്ചർ കളായിരിക്കാൻ വേണ്ടി അവൻ ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത്. അങ്ങനെ അവസാനം ഈ ഫ്ലാഷ് ബാക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ചെന്നി അവള് വീട്ടിൽ വന്നേക്കുന്നുണ്ട്, തിരിച്ച് അവൾക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കും. അപ്പോഴാണ് അവള് അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഇവൻ ടിക്കറ്റ് ബുക്ക് ചെയ്താലും അവള് പോകത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും ദേഷ്യത്തി എങ്കിൽ പിന്നെ അവൻ തന്നെ പുറത്താക്കി തരാമെന്ന് പറഞ്ഞ് അവളുടെ ലക്കേജൊക്കെ എടുത്തോണ്ട് പുറത്തേക്ക് വരുമ്പം അവളാണ് അത് കുറച്ച് അഴുക്ക് തുണിയേ ഉള്ളു, അത് കളഞ്ഞാലും അവൾക്ക് സീനില്ലെന്ന് പറയും. അതുകൊണ്ട് ഇവനും എങ്കിൽ പിന്നെ ഇവൾക്ക് എന്തോ വേണ്ടെന്ന് ചോദിക്കുമ്പം അവളും വീട്ടിലേക്ക് വന്നത് വല്ല തെറ്റുണ്ടെന്ന് ചോദിക്കും. അങ്ങനെ അതും പറഞ്ഞ് റൂമിൽ പോയ ഉടനെ ഇവന് പിന്നീട് എന്തോ പറയണമെന്ന് അറിയത്തില്ല. എന്നിട്ട് അവളും ഫ്രഷ് ആയിട്ടൊക്കെ പുറത്തേക്ക് വരുമ്പം ഇവൻ എത്ര ദിവസം ഇവിടെ താമസിക്കാനാ പ്ലാൻ ചെയ്തെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും അവളുടെ അവധി ദിവസത്തിന് ശേഷം എന്തായാലും തിരിച്ചു പോകുമെന്ന് പറയുമ്പം അവൾ ഇവിടെ നിന്ന് ലൈറ്റർ ഒഴിച്ച് ഇവന്റെ അടുത്തേക്ക് വന്നിരിക്കും. അപ്പോഴാണ് ഇവളുടെ സിഗരറ്റ് ഇരിക്കുന്നുണ്ട്. അവനും ദേഷ്യത്തി ഇവൾ എന്തോ കാണിക്കുന്നതെന്ന് പറഞ്ഞ് സ്മോക്ക് ചെയ്യുന്ന ഹെൽത്തിന് നല്ലതല്ലെന്ന് ഇവൾക്ക് അറിയത്തില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ഇവൻ മാത്രം എന്തോ അതൊക്കെ വിചാരിക്കാത്തെന്ന് പറഞ്ഞ് അവൾ തിരിച്ച് ദേഷ്യത്തിലൊക്കെ പറയുമ്പം അവനും പെട്ടെന്ന് ഇവൾക്ക് എന്തോ പറ്റിയെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ദേഷ്യത്തി ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് കിട്ടാൻ വേണ്ടിയല്ലേ നീ എന്നെ ഇവിടുന്ന് ഫോഴ്സ് ചെയ്ത് പറഞ്ഞേച്ചെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവനെ സമാധാനം ചോദിക്കുമ്പം അവൻ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലെന്ന് പറഞ്ഞ് അവൾ മിണ്ടായിരിക്കാൻ പറയും. അപ്പോഴാണ് അവളും ഞാൻ എന്തിനാ മിണ്ടായിരിക്കുന്നത്, നീ തന്നെ എന്നെ മനഃപൂർവ്വം ഇവിടുന്ന് പറഞ്ഞയച്ച്, ഇപ്പൊ അത് കാരണം തന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു വ്യക്തിയായിട്ട് മാറി, നിനക്കിപ്പോ സന്തോഷമായോ എന്നിന് അവളും മനഃപൂർവ്വം ദേഷ്യപ്പെടുത്താനൊക്കെ സംസാരിച്ചിട്ട് അവളുടെ റൂമിലേക്ക് അങ്ങ് പോകും. അതേസമയം തന്നെ ചെന്നി ഇവളെ പറഞ്ഞേക്കുള്ള കാരണം അന്ന് ഇൻസ്പെക്ഷൻ ഓഫീസിൽ തീ അപകടം നടന്നപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഓർത്തു നോക്കി അവനും കുറച്ച് സങ്കടത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ അന്നത്തെ ദിവസം ഫുള്ളും ഇവൻ അവന്റെ ക്ലബ്ബിൽ കിടന്നുറങ്ങുമ്പോഴാണ് അവിടേക്ക് ഒന്ന് നോക്കുന്ന കൂട്ടുകാരനാണ് വീണ്ടും പഴുതുവരെ നീ ഉറക്കം വരാതെ ഇവിടേക്ക് വന്നാണെന്ന് ചോദിക്കും. അപ്പോഴാണ് ചെന്നിയും അതൊന്നുമല്ല മാജിയും തിരിച്ച് വീട്ടിൽ വന്നെന്ന് പറഞ്ഞ് അവൻ ആ കാര്യം പറയുമ്പം ഇത് കേട്ട് കൂട്ടുകാരന് ഷോക്കായി. 2 വർഷമായിട്ട് നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല, എന്നിട്ട് ഇപ്പം എന്തിനാ അവൾ വന്നേന്ന് പറഞ്ഞ് വീണ്ടും ആ മുമ്പത്തെ സംഭവങ്ങളൊക്കെ നടക്കണമെന്ന് ചോദിക്കുമ്പം ചെന്നിയാണ് അതിന് വേണ്ടിയാ അവളെ പറഞ്ഞേക്കാൻ ഇവന് നോക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവന്റെ ദേഹം ഫുള്ളും കുറെ മുറിവൊക്കെ ഉള്ള കാണുന്നത്. അങ്ങനെ ഈ 2 വർഷം ഗ്യാപ്പ് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണാം.